ഫേസ് ടു ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഫേസ് ടു ഫേസിൽ പങ്കെടുക്കുന്നത് ജെറൂഷ ഷിബു എന്ന മിടുക്കിയായ കുട്ടിയാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്സിൽ ഇടം നേടിയ 2022-23 72-ലധികം അവാർഡുകൾ നേടിയ ജെറൂഷ എന്ന മിടുക്കിയായ കുട്ടി ഇന്ന് ഫേസ് ടു ഫേസിൽ പങ്കെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സൽ മിനിസ്ട്രീസ് പങ്കെടുപ്പിച്ച ദൈ വേർഡ് എന്ന പ്രൊജക്റ്റിൽ 150 വാക്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ലെജൻഡ് എന്ന ആ ഒരു വലിയ തലത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി കൂടെയാണ് ജെറൂഷ. ജെറൂഷയോടൊപ്പം ജെറൂഷയുടെ മാതാപിതാക്കൾ ഇവാഞ്ചലിസ്റ്റ് ഷിബു ബി ഐസക്, സോണി ഷിബു, അവരും നമ്മളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. വളരെ സ്നേഹത്തോടെ ഈ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിൽ നിന്ന് കൂടുതൽ കേൾക്കാനും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കാണുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ജെറൂഷയുമായിട്ട് ബന്ധപ്പെട്ട്, ജെറൂഷയെ പോലെ പ്രായമുള്ള ആ ഏജിലുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് പ്രചോദനമാകുന്ന കുറച്ച് സമയങ്ങൾ ദൈവം നമുക്ക് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജെറൂഷ ഈ ഒരു 150 വാക്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ശരിക്കും വണ്ടർ അടിച്ചു. ഞാൻ ആദ്യം ചിന്തിച്ച 150 വാക്യം പറയുമെന്നുള്ളതാണ്. പക്ഷേ ജെറൂഷ അതിനെ വളരെ മനോഹരമാക്കി മാറ്റി. ഓരോ വാക്യങ്ങളും അതിൻ്റെ എക്സ്പ്രഷൻ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ജെറൂഷയെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ജെറൂഷയെ ഇങ്ങനെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ എഫേർട്ട് ഒത്തിരിയാണ് എന്ന് അറിയാം. ജെറൂഷ ഇങ്ങനെ ആകാൻ കാരണം മാതാപിതാക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിനകത്തൊരു വലിയ റോള് നിങ്ങൾക്ക് ഉണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ദൈ വേർഡ് എന്ന ഈ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണ്? ആ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു? ഇതാ ഫേസ്ബുക്കിൽ കൂടെയാണ് ദൈ വേർഡിനെ പറ്റി ആദ്യം അറിഞ്ഞത്. അപ്പം ഇതുപോലെ വാക്യം ഓരോ ദിവസവും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അന്നേരം തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നി. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും അവനവൻ്റെ രീതിക്കനുസരിച്ച് സാർത്ഥതയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസം ഓരോ വാക്യം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം. ഞാൻ പെട്ടെന്ന് ആ ഒരു മെസ്സേജ് എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എക്സൽ മിനിസ്ട്രീസ് ഇങ്ങനൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് വാക്യം അയച്ചു തരും, നമുക്കത് പഠിക്കാം. അപ്പം ഇതിനേക്കാളുപരി ഇവളെ സംബന്ധിച്ച് എൻ്റെ മോളെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ചെറുപ്രായം മുതലേ ഞങ്ങളിരിക്കുന്ന പ്രാർത്ഥനാപായിൽ കിടന്നു വളർന്നവളാണ്. അപ്പം അന്ന് തൊട്ട് ഞങ്ങൾ എന്ത് കാണിക്കുന്നോ എന്ത് പറയുന്നോ അത് അനുകരിക്കും. ഞങ്ങളൊരു പാട്ട് പാടിയാൽ 2 വരി അവളും ഞങ്ങളിവിടെ പാടും. ബൈബിളിൽ എന്തെങ്കിലും ഒരു വാക്യം വായിച്ചാൽ അപ്പോൾ അന്ന് മുതലേ അവൾക്കത് പഠിക്കാനുള്ള ഒരു താല്പര്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായം മുതലേ ഏകദേശം 2.5 വയസ്സൊക്കെ ആയപ്പോൾ മുതൽ ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലെ അവൾ കാണാതെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് എവിടെ വാക്യം കണ്ടാലും അത് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം. ബൈബിളിലെ 66 പുസ്തകങ്ങളുടെ പേരുകൾ 1.5 വയസ്സിലൊക്കെ 2 വയസ്സിലൊക്കെ പറയുന്ന കേൾക്കും. ഈ തത്തി പറയുന്നത് ഭയങ്കര രസം. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോഴും ഇതിട്ട് കാണും, കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര, അപ്പോൾ അന്നോട്ടെ പഠിക്കാനുള്ള താല്പര്യം. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഓരോ കാലഘട്ടമായി കോവിഡ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് കൂടുതൽ സമയങ്ങൾ കിട്ടി, പഠിക്കാനും ഒക്കെ കിട്ടി. പിന്നെ സ്കൂൾ തലത്തിലേക്കൊക്കെ വന്നപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഴയ പഠിച്ചതൊക്കെ ചെറുതൊക്കെ മറന്നുപോയി തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ എക്സൽ വാക്യം പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി നമുക്കത് പഠിക്കാം, കാരണം ഒരു നല്ല പ്രയോജനമാണ്, നമുക്ക് ഒരു കൂടുതൽ അതൊരു അനുഗ്രഹമാകും. അങ്ങനെ അതിനുവേണ്ടി അത് ഫോം ഫില്ലപ്പ് ചെയ്തു അയച്ചു.
വാട്സപ്പിൽ അത് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് അത് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അത് അവളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. അവൾക്ക് മാത്രമല്ല, അത് ഞങ്ങൾക്കും വലിയൊരു അനുഗ്രഹമാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഫസ്റ്റ് മൊബൈൽ നോക്കും. അപ്പോൾ മെസ്സേജ് വന്ന് കിടക്കും. പെട്ടെന്ന് അതെടുത്ത് യൂട്യൂബ് ഓൺ ചെയ്യും. ആ വാക്യം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കും. അവൾ മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ചത് പഠിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശീലം അത് തുടർച്ചയായിട്ട് വളർത്തിയെടുത്തപ്പോൾ അത് ഞങ്ങൾക്കും അവൾക്കും അതൊരു അനുഗ്രഹമായി തീർന്നു. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനിടയായത്. താങ്ക് യു. വളരെ മോട്ടിവേഷൻ. സോണി സിസ്റ്റർക്ക് എന്താണ്? തീർച്ചയായും ഇത് നല്ല ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ അവൾ പഠിച്ച വാക്യങ്ങളൊക്കെ മറന്നു പോയിരുന്നു. പക്ഷേ ഇത് ദിവസവും ഞങ്ങളും കൂടെ ഈ പഠിക്കാൻ തുടങ്ങിയത് ഈ എക്സൽ ദൈവേഡിൻ്റെ മെമ്മറി വേഴ്സ് ചലഞ്ചിലാണ്. മറ്റേത് അവളെ പഠിപ്പിക്കുകയായിരുന്നു. ഇത് പക്ഷേ ഞങ്ങളും കൂടെ പഠിക്കാൻ അവളോട് കൂടെ ഇരുന്നപ്പോൾ അവൾക്കും ഇൻട്രസ്റ്റായി. നിങ്ങളും പഠിക്കുന്നല്ലോ. അവളോടൊപ്പം ചേർന്നപ്പോൾ അത് ഞങ്ങൾക്കും അനുഗ്രഹം, അവൾക്കും അങ്ങനെ തന്നെ നല്ലൊരു അനുഭവമാണ്. ഇത് ചിലപ്പോൾ ഞങ്ങൾ ആവർത്തന പുസ്തകത്തിൽ പറയും പോലെ വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് പറയുന്ന അതേ ലെവലിലാണ് അവളെ ഞങ്ങൾ പഠിപ്പിച്ചത്. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഇത് മുഴുവനും അവളെ കൊണ്ട് പറയിപ്പിക്കുക, ഞങ്ങളും കൂടെ പറയുക. അങ്ങനെ അതൊരു നല്ല അനുഭവം തന്നെയാണ്. ഇതിന് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ജെറൂഷ്യയോടാണ് ഇനിയും ചോദിക്കുന്നത്. ഞാൻ ശരിക്കും ഇപ്പം ഇതൊരു പ്രോഗ്രാം, ഫേസ് ടു ഫേസിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് 150 വാക്യങ്ങളെ ഒരുമിച്ച് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ 150 വാക്യം 20 മിനിറ്റ് കൊണ്ട് ജെറൂഷ്യ പറയുന്നത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അപ്പോൾ ജെറൂഷ്യ ഒരു കുറച്ച് വാക്യങ്ങളൊന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് പറയാമോ? എല്ലാം പറയണ്ട, ഒരു കുറച്ച് ഇങ്ങനെ ജസ്റ്റ് പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി ആ എക്സ്പ്രഷനൊക്കെ കൊടുത്തു വേണം പറയാനായിട്ട്, കേട്ടോ? ഒന്ന് പറഞ്ഞോട്ടെ. ഉൽപ്പത്തി 12:2 നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി 16:13 ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. പുറപ്പാട് 15:18 യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. പുറപ്പാട് 20:12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. എനിക്കറിയാം ജെറൂഷ്യ ഇങ്ങനെ കീപ്പ് ഓൺ 20 മിനിറ്റ് കൊണ്ട് 150 വാക്യം പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജെറൂഷ്യക്ക് ഞാൻ റാപ്പിഡ് ഫയർ തന്നാൽ എങ്ങനെ ഇരിക്കും? പറ്റുമോ? ഞാൻ റെഫറൻസ് പറയാം, ആ വാക്യം പറയാമോ? പറയാം. ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ 150 വാക്യം നമ്മൾ തന്നതാണ്. അപ്പം ഞാൻ ഓരോ 11 സെഗ്മെന്റിൽ നിന്നുള്ള ലെവലിൽ നിന്നുള്ള ഓരോ വാക്യങ്ങളെങ്കിലും ഞാൻ ചോദിക്കട്ടെ? യെസ്. സങ്കീർത്തനം 34:10 ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യെശയ്യാവ് 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. 2 കൊരിന്ത്യർ 2:11 സത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സങ്കീർത്തനങ്ങൾ 116:7 എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി 12:2 നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. കൊലോസ്യർ 3:14 എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ശരിക്കും എന്നെ വീണ്ടും ജെറൂഷ്യ ഞെട്ടിക്കുകയാണ്. ഞാൻ ഓർത്ത് ജെറൂഷ്യക്ക് അങ്ങനെ റെഫറൻസ് പറഞ്ഞാൽ പറയത്തില്ലെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അതുപോലും ജെറൂഷ്യ വളരെ നന്നായിട്ട്. ജെറൂഷ്യക്ക് ഏതൊക്കെ 72 അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഏതൊക്കെ മേഖലകളിലാണ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്? ഞാൻ കഥാരചന, ഓരോ ദിവസങ്ങളുടെ പ്രത്യേക ദിവസങ്ങളിൽ പ്രസംഗം, കവിത, അല്ലെങ്കിൽ ഓരോ വിശേഷ ദിവസങ്ങളിൽ ഓരോ വീഡിയോസ് ഞാനിടും. അങ്ങനെ പിന്നെ ഈ 2023-22 കാലഘട്ടത്തിൽ തന്നെ എനിക്ക് 72 അവാർഡ്സും കിട്ടി. ഇതിന്റെ പേരിലാണ് ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് സ്കൂൾ റെക്കോർഡ്സിലേക്ക് കയറിയത്. അപ്പം പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ജെറൂഷ്യ
ജെറൂഷയുടെ പപ്പയുടെ യൂട്യൂബ് ചാനലിലൂടെ ജെറൂഷ പ്രസംഗങ്ങളിടും, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാം അയച്ചു കൊടുക്കും. ടീച്ചേഴ്സ് ഡേക്ക് ഇടും, ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇടും, പിന്നെ റിപ്പബ്ലിക് ഡേക്ക് ഇടും, മദേഴ്സ് ഡേക്ക് ഇടും, പിന്നെ ടീച്ചേഴ്സ് ഡേക്ക് ഇടും, നേഴ്സസ് ഡേ, ഡോക്ടർ, എല്ലാ വിശേഷ ദിവസങ്ങളും ജെറൂഷയുടെ ഒരു പ്രത്യേക സന്ദേശം ജെറൂഷ ഇടും. അപ്പം ജെറൂഷ ഒരു വലിയ ആളാണ്. നല്ല ഈ ചെറുപ്രായത്തിൽ അത്രയും കാര്യങ്ങൾ. ജെറൂഷയെക്കുറിച്ച് പപ്പ എന്നോട് പറഞ്ഞു ജെറൂഷ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? സത്യമാണോ? പപ്പ പറഞ്ഞ സത്യമാണോ? എന്നാ ഒരു നാല് വരി പാട്ട് എഴുതിയ ഒരു പാട്ട് 4 വരി ഒന്ന് പാടാമോ? ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ എൻ്റെ യേശു ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ യേശു കൂടെയുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തതല്ലല്ലോ. യേശുവിൻ രക്തത്താൽ അതിന്മേൽ ജയമുണ്ടല്ലോ. യേശുവിൻ രക്തത്താൽ അതിന്മേൽ ജയമുണ്ടല്ലോ. എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു കൂടെയുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. സൂപ്പർ. സ്വന്തമായിട്ട് എഴുതിയാണോ? എനിക്ക് ശരിക്കും ഒരു ചെറിയൊരു സംശയം തോന്നി. ആണോ? ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് ആണ്. നല്ല മനോഹരമായിരിക്കും. നല്ല മനോഹരമായ ലിറിക്സ് മാത്രമല്ല, ആ പാട്ടും ആ മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടിരിക്കും. എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? 2 പാട്ട്. കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? കവിതാരചന വളരെ ശരിക്കും പ്രേക്ഷകർ ഇത് നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഇത് ഈ ജെറൂഷയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു മോട്ടിവേഷനാണ്. കാരണം എത്ര മനോഹരമായിട്ടാണ് ആ കാര്യങ്ങൾ മോള് ചെയ്യുന്നത്. എനിക്കറിയാം ഈ മോളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവേഡിൻ്റെ പ്രൊജക്റ്റ് മാത്രമല്ല, എന്താണെങ്കിലും അവരെ ദൈവേഡിൻ്റെ വാക്യങ്ങളിൽ 150 വാക്യം പഠിപ്പിച്ചു, അല്ലെ മറ്റു കാര്യങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവന്നു എന്നുള്ളത്, അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദൈവേഡിൻ്റെ തന്നെ സീസൺ 2 നമ്മളിപ്പോൾ ഉടനെ ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവേഡിൻ്റെ സീസൺ 1 600 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ അതിൻ്റെ ലെജൻഡ് എന്നുള്ള അതിൻ്റെ മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെറൂഷയുടെയാണ് ആദ്യത്തെ മത്സരം നടത്തിയത്. അപ്പം ആ 600 പേരിൽ ഇപ്പം നമുക്ക് ഫൈനലിസ്റ്റായിട്ട് വന്നിരിക്കുന്ന 50 പേരാണ്. 600 പേരിൽ 50 പേരെ ആ ഒരു ഇത് ലെജൻഡ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി മത്സരം നടത്തുമ്പോഴേ അറിയത്തുള്ളൂ അതിനകത്ത് എത്ര പേരാണ് വിജയികളാകുന്നെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ജെറൂഷ എന്ന മിടുക്കിയായ കുട്ടിയെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞത്? അതിനെന്തെല്ലാം ടെക്നിക്സുകൾ നിങ്ങൾ ഉപയോഗിച്ചു? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് കാണുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു പ്രചോദനമായിരിക്കും നിങ്ങളുടെ ആ ഒരു ഒരാളെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്താൽ നമ്മുടെ കുട്ടികളെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ട്രെയിൻ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു ഡെയിലി ഷെഡ്യൂൾ. യെസ്, നമ്മളതിന് പ്രത്യേക സമയമൊന്നും മാറ്റി വെച്ചതായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് ആ പ്രാർത്ഥനാ സമയത്താണ് ഇത്. അപ്പോൾ രാവിലെ മെമ്മറി വേഴ്സ് വരും, അത് പഠിക്കും, അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോകും. പക്ഷെ വൈകിട്ടത്തെ പ്രാർത്ഥനയിലും ഇത് ഞങ്ങൾ പറയാനായിട്ട് പറയും, ഞങ്ങളും പറയും, മോളും പറയും. അങ്ങനെ അതെല്ലാ ദിവസവും, അതിപ്പോൾ ഒരു ദിവസം പഠിക്കുന്ന ഒറ്റ വാക്യത്തിലല്ല, അതുവരെ എത്ര വാക്യം പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ഓരോ കുടുംബ പ്രാർത്ഥനയിലും റിവൈസ് ചെയ്യണം. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല, പഠിപ്പിക്കാറില്ല. ദൈവവചനം പറയും പോലെ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്നാണ്. ആ ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്. എല്ലാ വിജയങ്ങൾക്ക് പിന്നിൽ ദൈവവചനം പഠിച്ചതിൻ്റെ അനുഗ്രഹമാണ്.
അത് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതില്ലാതെ ജീവിതത്തിലൊന്നുമില്ല. അപ്പോൾ അത് ഏറ്റവും വലിയ സമ്പത്തായതുകൊണ്ട് അതെപ്പോഴും കൂടെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളതിന് ഫോഴ്സ് ചെയ്യും, അതിന് കൂടെ ഇരിക്കും, അതിനുവേണ്ടി എത്ര സമയം ചെലവഴിക്കാനും തയ്യാറാണ്. അപ്പോൾ ഈ കുടുംബ പ്രാർത്ഥനയിലാണ് മെയിൻ ഞങ്ങളതിനു വേണ്ടി സമയം ചെലവ്. മാത്രമല്ല, ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ ഇതെല്ലാം ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വയ്ക്കും. ആ ബുക്ക് അവൾക്ക് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയും കൊടുക്കും. ദിവസവും ഞങ്ങൾ ചോദിക്കും. ബുക്കിൽ എഴുതുന്നത് ഡേറ്റ് വെച്ച് എക്സൽ ജെറുഷിയാണോ എഴുതുന്നത്? അതോ എനിക്ക് സമയമില്ലാത്തപ്പോൾ അവൾ എഴുതും, ഇല്ലെങ്കിൽ ഞാൻ എഴുതി വയ്ക്കും. അത് ഡെയിലി കിട്ടുന്ന നമ്മൾ ആ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ സീസൺ 1 നമ്മൾ ആൾക്കാരോട് പറഞ്ഞത് ആ 14 വാക്യം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെ ശരിക്കും നിങ്ങളൊരു എക്സ്ട്രാ സംഭവം ചെയ്തത് എന്നെ വണ്ടടിപ്പിക്കുന്നത്, നിങ്ങൾ ആ കഴിഞ്ഞത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പോയി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ 150 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് നിങ്ങൾക്കത് ചെയ്തപ്പോൾ. പക്ഷേ ഈ 11 ലെവല് കംപ്ലീറ്റ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ലെജൻഡിലേക്ക് വരാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. കാരണം അവർ പഠിച്ച 1ാമത്തെ ലെവൽ അവർ മറന്നുപോയി. അതാണ് അതിൻ്റെ സംഭവം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടെക്നിക്ക്, അതല്ലെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചത് വളരെ വളരെ നല്ല ഒരു ഇതായിരുന്നു. എന്തായിരിക്കാം ഇപ്പോഴത്തെ സീസൺ 2 പ്രേക്ഷകരോട് എങ്ങനെ പറയാനാണ് ഒരു പേരൻ്റ് എന്ന നിലയിൽ അവർക്കുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ പ്രത്യേക സമയമൊന്നും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും രാവിലെയും വൈകിട്ടും നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റ് അതിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് മുടക്കിയാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായും ദൈവവചനം പഠിക്കും. ഞങ്ങൾ അങ്ങനെയാ തുടങ്ങിയത്. കാരണം എപ്പോഴും ചില സമയത്ത് പഠിച്ചൊന്നും വരത്തില്ല നമ്മൾ. പക്ഷേ എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും, മോളെ പഠിക്കടി, അല്ലെ ഇത് ചെയ്യണം. അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിരിക്കും. നമ്മുടെ പ്രോത്സാഹനമാണ് കുഞ്ഞിൻ്റെ വിജയം. നമ്മൾ പറയണോ ഇന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർക്കും കുഴപ്പമില്ല, ഇന്ന് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ പഠിക്കണ്ട. അപ്പം ഞാൻ ചില സമയത്തൊക്കെ പറയും, സാരമില്ല, ഇന്നിപ്പോൾ പഠിച്ചില്ല, നാളെ പഠിക്കാം എന്ന് പറഞ്ഞാലും എൻ്റെ വൈഫ് പറയും, പറ്റില്ല, ഇന്നത് പഠിച്ചേ കിടന്നേ പറ്റൂ. അപ്പം ആരെങ്കിലും ഒരാൾ അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു വചനം അത് പഠിക്കും. നമ്മൾ സ്കൂളിലെ ആണെങ്കിൽ എത്രയോ കാര്യങ്ങൾ, എസ് എ അല്ലേ, അതാണ്, അത് പഠിച്ചുകൊണ്ട് ചെന്നില്ലേ നാളെ അടികൊള്ളും, അല്ലേ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലെ ടീച്ചർ വിളിക്കും. ഇതിൻ്റെ പേടി കൊണ്ട് എന്നാ ചെയ്യും, രാത്രി 11 മണി വരെ 12 മണി വരെയും മക്കളോട് കൂടെ ഇരിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. കാരണം പല കുഞ്ഞുങ്ങളും പേരൻസ് നമ്മളെ വിളിക്കാറുണ്ട്, രാത്രി കിടക്കുന്ന 1 മണിക്കാറുണ്ട്. കാര്യം എന്നാ, ഹോംവർക്ക് ചെയ്ത് തീർക്കാതെ രാവിലെ ചെന്നാൽ ടീച്ചർ വഴക്ക് പറയും. ദൈവവചനമാണെങ്കിലോ അത് സാരമില്ല, സാറ് വഴക്ക് പറയാനും ഇല്ല, നമ്മളെ ആരും ചോദിക്കാനും ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രാധാന്യം കർത്താവ് എന്നാ പറയുന്നത്, എനിക്ക് മഹത്വം തരാനാണ് പറഞ്ഞത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പ്രിയപ്പെട്ട പേരൻസിനോട്, മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മളൊരു പ്രോത്സാഹനമായി സ്കൂളിലെ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഈ ദൈവവചനത്തിന് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. വരുന്ന 2nd ലെവലിലേക്ക് സീസൺ 2 നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. ദൈവവചനം പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ഉദാത്തമായൊരു നല്ല മാതൃകയാണ്. കാരണം ഞാനിന്ന് വന്നപ്പോഴും ഞങ്ങൾ പറയായിരുന്നു, ഇപ്പം ഞാനിന്ന് കോട്ടയത്തു നിന്നാണ് വന്നത്. കോട്ടയത്തു നിന്ന് ഇവിടെ വരെ കാറിൽ ഡ്രൈവ് ചെയ്തപ്പോൾ അവിടെ മുതൽ ഇവിടം വരെ അവൾ വാക്യം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം നമുക്കത് കേൾക്കുന്ന നമുക്കും ഒരു സന്തോഷമാണ്, പറയുന്ന നമുക്കൊരു സന്തോഷമാണ്. ചിലർ ചിന്തിക്കും, ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വേറെ എന്തെല്ലാം പറയാനുണ്ട്. കാരണം വചനം നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പറയുക എന്നുള്ളത് ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം. അത് ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, സാറേ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പലപ്പോഴും ഇതിൻ്റെ ഓരോ മെസ്സേജ് കഴിയുമ്പോഴും സാറിന് അയക്കുന്ന മെസ്സേജ് ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ്. കാരണം
ഇങ്ങനെ നമ്മൾ ഈ തുടർന്നാൽ ദൈവത്തിൻ്റെ വചനം ബൈബിൾ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. എത്ര പെട്ടെന്ന് ഇപ്പം 150 വാക്യം 5 മാസം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൃദയസ്ഥമാക്കിയില്ലേ. ഇനിയിപ്പോൾ അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും 150 എത്ര പെട്ടെന്ന് ബൈബിളിലെ ഞാൻ പഠിച്ചതനുസരിച്ചാണ്, എനിക്ക് കൃത്യം അറിയില്ല, 31,173 വാക്യമെന്നാണ് പറയണത്. അപ്പം നമ്മളിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഇത്രയും വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് നല്ലൊരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ഇന്നല്ലേ നാളെ നമ്മൾ നിത്യതയിലേക്ക് പോകാനുള്ളവർ അല്ലേ, നിത്യതയുടെ അവകാശികൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾക്കൊരു അനുഗ്രഹമാവും. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ എക്സൽ മിനിസ്ട്രീസിനെ എന്താ പറയുക, എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ ഇല്ല. കാരണം ഇത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ, ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ ആരംഭിച്ച ഈ ഒരു വലിയ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, എല്ലാവർക്കും അതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും ഷിബു സാറ്, സോണി സിസ്റ്റർ കുട്ടികളുടെ മേഖലയിൽ ശുശ്രൂഷിക്കുന്നവരും കൂടെയാണ്. തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലം, യെസ് അല്ലേ? ചേപ്പാടാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലം. അതെ. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലായിരിക്കും. അപ്പം രണ്ടുപേരും ഈ ഒരു കർത്താവ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, അതുകൂടെ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ചേപ്പാടാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ഒരു ബ്രദർ, സിസ്റ്റർ. എൻ്റെ പപ്പ ഒരു സുവിശേഷകനാണ്. പപ്പയും മമ്മിയും സുവിശേഷ വേല ചെയ്ത് ആണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങൾ 3 മക്കൾ വളർന്നത്. അത് കണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ എനിക്ക് പ്രചോദനമായി. കാരണം ചേപ്പാട് മാർത്തോമ ഇടവകങ്ങളാണ് ഞങ്ങൾ. സുവിശേഷ വേല എന്താണെന്നും അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നും നമ്മൾ മറ്റുള്ളവർ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക ബെനിഫിറ്റ് അല്ല, നമുക്ക് കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കിട്ടുന്നൊരു സന്തോഷം. അതാണ് എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഇടയായത്. എൻ്റെ പഠനശേഷം ഞാൻ ദൈവവചനം പഠിക്കാൻ വേണ്ടി GFA ബൈബിൾ കോളേജിൽ BTH കഴിഞ്ഞു. അതിനുശേഷമാണ് സുവിശേഷ വേല ചെയ്തു തുടങ്ങിയത്. എൻ്റെ വിവാഹം 2011 അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വിവാഹശേഷമാണ് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവർത്തനത്തിനായിട്ട് പോകുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, തൃശ്ശൂർ ഏരിയ എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, എൻ്റെ വൈഫ് അതുവരെയും പാലക്കാട് ജില്ലയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ വിവാഹശേഷം ആ ഒരു ശുശ്രൂഷ ആളങ്ങ് വിട്ടു. കാരണം പിന്നെ ആളുടെ ചിന്ത നമുക്കിവിടെ നിൽക്കാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അതിനുശേഷം വിവാഹം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനൊരു രീതി, കാരണം പ്രത്യേകിച്ച് വടക്കൻ മലബാർ മേഖലകൾ, പാലക്കാട് ആ ഏരിയകളിലൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇന്നും ഒരു ഗ്രാമ അന്തരീക്ഷം നിലനിൽക്കുന്ന ദേശമാണ് ഗ്രാമം. നമ്മളൊക്കെ ഒരുപാട് സിറ്റിക്കുള്ളിൽ കറങ്ങുന്നവരും ഒരുപാട് എന്താ പറയുന്നത് വളർന്ന 5Gയുടെ കാലഘട്ടം വരെ എത്തിയിട്ടിരിക്കുക. എന്നാൽ ഒന്നും എത്താത്ത ഒരു കുഗ്രാമം എന്ന് പറയാൻ പറ്റുന്ന ദേശമാണ് പാലക്കാട് ഏരിയകൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാലോ ഒരുപാട് നന്മ നിറഞ്ഞ ആൾക്കാരെ കാണും. സത്യസന്ധമായി പറഞ്ഞ് നിഷ്കളങ്കരാകുന്ന ആൾക്കാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, പട്ടിണിപ്പാവങ്ങൾ ഇന്നുമുണ്ട്. നമ്മൾ ചിന്തിക്കും നമ്മുടെ സാക്ഷര കേരളമൊക്കെ ഒത്തിരി വളർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ ആ ദേശത്തൊക്കെ ചെന്നപ്പോൾ ആ ഏരിയകളിലൊക്കെ കണ്ടപ്പോഴാണ് ആ ദേശത്തിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലായത്. ഒരുപാട് പാവപ്പെട്ടവരായ ആൾക്കാരും കൊച്ചു കുഞ്ഞുങ്ങളും വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, അല്ലെങ്കിൽ നാളത്തേക്കുള്ള അവസ്ഥകളില്ലാതെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദേശത്ത് പോകണം, പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തൃശ്ശൂർ പാലക്കാട് അതിർത്തിയാണ് ചേലക്കര എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ താമസം ആരംഭിച്ചു. അവിടെ ഞങ്ങൾ മിനിസ്ട്രി കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. കാരണം ചേരി പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവരുടെയൊക്കെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ സന്തോഷം, അവരൊക്കെ നമ്മുടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അയ്യോ അങ്കിള് വന്നേ, ടീച്ചർ വന്നേ എന്നും പറഞ്ഞ് നമ്മളെ ഓടി വരുന്ന ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ നിഷ്കളങ്കമായ സ്നേഹം അതാണ് അവരിലേക്ക് നമ്മളെ അടുപ്പിച്ചത്. ആ പാലക്കാട് ഏരിയകളിൽ തന്നെ ഞങ്ങൾക്ക് ബൈബിൾ ക്ലബ്ബുകൾ ഭവനങ്ങളിലായിരുന്നു. അതും
ഹിന്ദു ഭവനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടി തുറന്നു തന്നത്. അവിടെ കുഞ്ഞുങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണെന്നറിയോ വന്ന് കൂടുന്നത്. അവരൊക്കെ ഇരിക്കുന്ന എന്നെ സംബന്ധിച്ച് സാറിനോട് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഈ പാലക്കാട് ഏരിയകൾക്ക് ആദ്യമാണ് ഞാൻ ഈ നാട്ടിൽ താമസിച്ച് ഈ നാട് കറങ്ങിയവനാണ്. പക്ഷേ ആ ഒരു ഏരിയയിൽ ചെന്നപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. നമ്മൾ ആരും അവരോട് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല. അവർ വന്നപ്പോഴേ മുട്ടാലായിരിക്കുന്നു. മുട്ടയിലിരുന്ന് കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ വലിയ കുഞ്ഞുങ്ങളും എത്ര സന്തോഷത്തോടെ അവർ ദൈവവചനം പഠിക്കാൻ കാണിക്കുന്നൊരു ദാഹം, താല്പര്യം. എന്തുണ്ടെങ്കിലും നമ്മളെ വിളിക്കും, ടീച്ചറെ അങ്കിളെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കും. അവരുടെ എന്ത് ആവശ്യങ്ങൾക്ക് നമ്മളെ വിളിക്കും. അത് നമുക്ക് കൂടുതലൊരു അനുഭവമായി തരണം. അവരുടെ ഇടയിൽ പോകണം, പ്രവർത്തിക്കണം, ആ ഒരു ശുശ്രൂഷ ചെയ്യണം. 2012 മുതലാണ് ഞങ്ങൾ ആ ദേശത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് ബൈബിൾ ക്ലബ്ബുകളുണ്ട്. സാറ്റർഡേയിലുണ്ട്, വീക്കെൻഡിൽ ഉണ്ട്, പിന്നെ വെക്കേഷനിൽ VBS ഉണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ട്. നേരത്തെയൊക്കെ നമുക്ക് സ്കൂളുകളിൽ പ്രവർത്തനം കിട്ടുമായിരുന്നു. ഇപ്പം നമുക്കത് അലോഡല്ല. എങ്കിലും പല കുഞ്ഞുങ്ങളും നമ്മൾ ഏതൊരാവശ്യത്തിനും വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. ഞാൻ ചേപ്പാട് മാർത്തോമ ഇടവകാംഗമാണ്. അപ്പം തൃശ്ശൂരും ഇപ്പോൾ മാർത്തോമ സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങുകൾ, കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, കൺവെൻഷനുകൾ, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഫേസ് ടു ഫേസിൻ്റെ പ്രോഗ്രാം അവസാനിക്കുന്ന ആ എപ്പിസോഡ് തീരുന്ന ഒരു സമയമാണ്. ഇനി ജെറൂഷയാണ് പറയേണ്ടത്. ജെറൂഷ ഈ 150 വാക്യം പഠിച്ചു. ആ പഠിച്ചതുകൊണ്ടൊക്കെയുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയായിരുന്നു ലൈഫിൽ? ഈ നമുക്ക് 150 വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് എഫേസ്യർ 6:1 പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എൻ്റെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനങ്ങൾ 32:8. അതേപോലെ ഞാൻ എവിടെ പോയാലും, സ്കൂളിൽ പോയാലും ഏത് പരിപാടിക്ക് പോയാലും എൻ്റെ ഒരു ഗൈഡായിട്ട് എപ്പോഴും ഒരു ദൈവം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് ദൈവം എൻ്റെ ആവശ്യങ്ങൾ, ഞാൻ ഏത് സമയത്ത് എന്താഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് സാധിപ്പിച്ചു തന്നു. പിന്നെ ദൈവം വെളിച്ചം പകർന്നു തന്നു. ഇരുട്ടിയിരുന്ന സമയങ്ങളിലൊക്കെ ദൈവം ഉള്ളിൽ ഒരു വെളിച്ചം പകർന്നു തന്നു. ദുഃഖത്തിലായിരുന്ന സമയങ്ങളിൽ സന്തോഷം പകർന്നു തന്നു. അങ്ങനെ എനിക്ക് ഈ ചലഞ്ചിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. ജെറൂഷയെ പോലെയുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട്. ഫസ്റ്റ് സീസണിൽ 600 പേര് ജോയിൻ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ സീസണിൽ അതുപോലെ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ജെറൂഷയ്ക്ക് കൂട്ടുകാരോട് പറയാനുള്ള 3 ഏജ് ഗ്രൂപ്പാണ്. 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, 8 മുതൽ 12 വയസ്സ് വരെ, 13 മുതൽ 17 വയസ്സ് വരെ. അങ്ങനെ 3 ഏജ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നത്. അടുത്ത ഈ ജൂൺ 1 തുടങ്ങി അടുത്ത ഒക്ടോബർ അവസാനം വരെയാണ് അടുത്ത സീസൺ 2. കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? അവരോട് ജോയിൻ ചെയ്യണമെന്നാണോ അതോ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു. ഈ പരിപാടി ജോയിൻ ചെയ്യുന്നത് ഏറ്റവും ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായിരിക്കും. ഓരോ ദിവസവും ഓരോ വാക്യം പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പഠന മേഖലയിലാണെങ്കിലും, നിങ്ങൾ പോകുന്ന മേഖലയിലാണെങ്കിലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ആരും കൂട്ടിലില്ലെങ്കിൽ പോലും ദൈവം ഒരു സഹായിയായിട്ട് ഇറങ്ങി വരും. ഒരു മാതാവായി, ഒരു പിതാവായി, ഒരു കൂട്ടുകാരനായി ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി വേഴ്സ് ചലഞ്ച് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. താങ്ക് യു ജെറൂഷ. നമ്മുടെ ഫേസ് ടു ഫേസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരു വ്യക്തികളുമായിട്ട് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ ഇവരിൽ നിന്ന് കേട്ടതായ ആ ഒരു പ്രചോദനങ്ങൾ അത് വിട്ടുകളയരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കും. അതിന് ഇവർ നമുക്ക് തന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ദൈവേഡ് എന്നുള്ള സീസൺ 2 ഇപ്പോൾ ആരംഭിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യണം. പേരൻസ് അതിന് നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം. കൂടാതെ സൺഡേ സ്കൂളിലെ അധ്യാപകരും സഭയിലുള്ള പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ
കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് ജോയിൻ ചെയ്യാനും ഈ ഒരു വാക്യം പഠിക്കാനായിട്ടും അവർക്ക് സാധിക്കും. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം ഇത്രയും ഞങ്ങളോടൊപ്പം വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെയും ബൈ, ഗാഡ് ബ്ലെസ്.